AK ശശീന്ദ്രൻ അദ്ദേഹം എലത്തൂരിൽ മത്സരിക്കുന്നതിനെതിരെ പ്രമേയം വന്നിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ NCP മണ്ഡലം കമ്മിറ്റികളാണ് ഈ പ്രമേയം പാസാക്കിയത്. ശശീന്ദ്രൻ മത്സര രംഗത്ത് നിന്നും പിന്മാറണമെന്നാണ് ആവശ്യം. പ്രസാദ് ഉടുമ്പശ്ശേരി വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. പ്രസാദ്, ഈ നേരത്തെയും സ്വന്തം നിലയ്ക്ക് ശശീന്ദ്രൻ മത്സരിക്കുമെന്ന പ്രഖ്യാപനം നടത്തുകയും ഓരോ സീറ്റിനെ അവകാശവാദം ഉന്നയിക്കുന്നതിനും ഒക്കെയും എതിരെ NCPക്കുള്ളിൽ പൊട്ടിത്തെറിയും അല്ലെങ്കിൽ കലാപ സാഹചര്യവും അതല്ലെങ്കിൽ ഈ നേതാക്കൾക്കിടയിൽ ആശയ സമത്വമില്ലായ്മയും ഒക്കെ ഉണ്ടായിരുന്നു ശശീന്ദ്രന്റെ ഈ നിലപാടുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ എന്താണ് ഈ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? സത്യലക്ഷ്മി, എലത്തൂർ മണ്ഡലത്തിൽ 4ാം തവണയും AK ശശീന്ദ്രൻ തന്നെ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ആ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾക്കും അമർഷത്തിനുമൊക്കെ കാരണമായി മാറിയിട്ടുള്ളത്. അതിനകത്ത് പാർട്ടിക്കാർ പറയുന്നത് AK ശശീന്ദ്രൻ കഴിഞ്ഞ കുറേ നാളുകളായി MLAയും മന്ത്രിയുമായി ഒക്കെ നിൽക്കുന്നു. അപ്പോൾ NCPയിലെ മറ്റ് നേതാക്കന്മാർക്ക്, മറ്റ് മുതിർന്ന നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കോ വഴിമാറി കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ എല്ലാം ആവശ്യം. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലം കമ്മിറ്റികളിൽ 10 മണ്ഡലം കമ്മിറ്റികളും എലത്തൂർ ഉൾപ്പെടെ ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള 10 മണ്ഡലം കമ്മിറ്റികളും ശശീന്ദ്രൻ മത്സരിക്കരുത്, മത്സരത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പറയുന്ന ഒരു കാരണമായി പറയുന്നത് 6 തവണ അദ്ദേഹം MLA, 3 തവണ തുടർച്ചയായി എലത്തൂരിൽ നിന്നും അതിനു മുമ്പ് ബാലുശ്ശേരി, പിന്നീട് കണ്ണൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ നിന്നായി, അങ്ങനെ 6 തവണ MLA ആയി, 2 തവണ മന്ത്രിയായി. ഇനിയിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ മറ്റ് നേതാക്കന്മാർക്കായി അവസരം ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് അവരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കരുത് എന്നുള്ളതാണ് നേതാക്കന്മാരെല്ലാം തന്നെ പറയുന്ന വിമർശനം. നേരത്തെ എലത്തൂരിൽ NCPയിലെ തന്നെ മറ്റ് നേതാക്കൾ, ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ പേര് വളരെ സജീവമായി നിന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിൽ, NCPയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ ശശീന്ദ്രനും അവരുടെ സംസ്ഥാന പ്രസിഡന്റും സ്വയം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചതോടുകൂടിയാണ് വലിയ വിമർശനങ്ങൾ ഉയർന്നത്. അതിന് ശശീന്ദ്രനൊക്കെ പറയുന്നത് ദേശീയ നേതൃത്വത്തിന് താല്പര്യം ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയൊക്കെ മത്സരിപ്പിക്കാൻ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ നിർണയത്തിലേക്ക് വരിക? അതിന് ചില പ്രോസസ്സുകളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. അതൊന്നും പാലിക്കാതെ സ്വയമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിലുള്ള അമർഷമാണ്. എന്തായാലും ഇപ്പോൾ മണ്ഡലം കമ്മിറ്റികൾ ഏകപക്ഷീയമായി ശശീന്ദ്രൻ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും ശശീന്ദ്രൻ തന്നെയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അത് വലിയ പൊട്ടിത്തെറികളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, ശരി പ്രസാദേ.